ഓക്കെ ഹായ് അജിത്തേട്ടാ, കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫ്, 2 കുട്ടികളാണ്. ഓക്കെ. ഒരാൾക്ക് 5 വയസ്സ്, ഒരാൾക്ക് 10 മാസം. 10 മാസം. സോ ക്യൂട്ട്. എന്നാ അവരുടെ പേരെന്നാ? പേര് വലിയ മകന്റെ പേര് ഋതുനന്ദൻ. ഋതുനന്ദൻ. അതെ. ഓക്കെ. രണ്ടാമത്തെ മകൻ ഹൃദേവ്. ഹൃദേവ്. ശരി. അപ്പം പെർഫോമൻസ് എന്നാ ചെയ്യാൻ പോകുന്നേ? സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യാം. റെഡിയാണോ? റെഡിയാണ്. നമ്മുടെ മാസ്റ്റേഴ്സ് ഒക്കെ റെഡിയാണ് കേൾക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ബിഗിൻ. തുടങ്ങിക്കോ. ആരാ ആദ്യം ചെയ്യുന്നേ? ആദ്യമായിട്ട് നമുക്ക് മണിച്ചേട്ടനെ. ശരി, കേൾക്കാം. ഞങ്ങളെല്ലാവരും ഷൂട്ടിന്റെ ബ്രേക്കിലിരിക്കുക. അപ്പോൾ ഒരു പയ്യൻ വരിക. ഈ പയ്യൻ ചോദിക്കുക, വഴിച്ചേട്ടനല്ലേ? അതെ മോനെ, മണിച്ചേട്ടനാണ്. മോൻ എന്താ വേണ്ടേ? വഴിച്ചേട്ടൻ്റെ ഒരു ഒപ്പ് തരുമോ? അതിനെന്താ മോനെ, തരാമല്ലോ. ഞാനൊരു ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ബ്രേക്കിൻ്റെ സമയത്ത് ഊണ് കഴിക്കാൻ പോവാ. അപ്പോൾ പയ്യൻ വീണ്ടും ചോദിക്കുക, വഴിച്ചേട്ടാ ഇകള് ഊഴ് കഴിച്ചാൽ പോവുകയാണോ? അതേ മോനെ, ഞാൻ ഊട് കഴിച്ചിട്ട് 5 ദിവസമായി ഞാൻ ഊട് കഴിച്ചിട്ട്. ഇത് കേട്ടപ്പോ എൻ്റെ ചങ്കത് പടച്ചു. സാരല്ല കേട്ടോ, ഒക്കെ ശരിയാവും. നെക്സ്റ്റ് നമുക്ക് ബാബു നമ്പൂതിരി. അദ്ദേഹത്തിന്റെ പ്രജ സിനിമയിലെ ഡയലോഗ്. എടോ ബലരാമ, പൂജിക്കാനല്ലാതെ ജീവിതത്തിൽ ഒരൊറ്റ തവണ പോലും കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല രാമവർമ്മ വസ്തു. ഏബിയൻ പരിഹസിച്ച് പറഞ്ഞില്ലേടോ താൻ ആയുധം താഴെ വെപ്പിച്ചോന്ന്? അതേടോ, എൻ്റെ കുട്ടി ഇത് നിറയൊഴിച്ച് തന്ന നിമിഷം മുതൽ ദാ ഇങ്ങനെ മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുക. സ്വയം രക്ഷയ്ക്കല്ലടോ എൻ്റെ കുട്ടിക്കൊരാപത്ത് വരുന്നെന്നറിഞ്ഞാ പിന്നെ വിറക്കില്ലടോ. എന്താ സംശയമുണ്ടോ ബലരാമന്? ഉണ്ടെങ്കിൽ വിളിച്ചു പറയാനാക്കാച്ച, എൻ്റെ കുട്ടിക്കൊന്നും സംഭവിച്ചുകൂടാന്ന്. അത് നമുക്ക് കുതിരവട്ടം പപ്പുചേട്ടന്റെ അദ്ദേഹത്തിന്റെ വെള്ളാനകളുടെ നാട് എന്ന സിനിമയിലെ ആ ഒരു ഡയലോഗ് നോക്കാം. ഈ റോഡ് റോളർ അത് നമ്മൾ മുമ്പേ കണ്ടിക്കണ്. ഇത് ചെറുത്, 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി ഒരു സാധനം പണ്ട് നമ്മൾ പീഡപിളി ഓട്ടിയോണ്ടായി. അറിയാ താമരശ്ശേരി ചുരം. നമ്മളെ താമരശ്ശേരി ചുരന്ന് ഒരിക്കലും ഈ ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. അപ്പുറം ഇപ്പുറവും ഭയങ്കരമായ കുഴിയല്ലേ, കുഴി ഇറങ്ങല്ലേ പണ്ടാറിറങ്ങാൻ. ഇതുണ്ടോ പിടിച്ചാലമർത്തിയാലോ നിൽക്കണ്. കടുക്ക് മണി വ്യത്യാസത്തിന് സ്റ്റാറിങ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. നമ്മൾ എഞ്ചിനോ തവിട് പൊടി വിട്ടില്ല. ഇൻഷാ അല്ലാഹ് പടച്ചൂനികള് കാത്തോളി എന്ന് പറഞ്ഞ ഒരൊറ്റ വിളിയാണ്. എഞ്ചിന് പറ പറക്കാണ്. ഏത് നമ്മൾ എയറോപ്ലെയിൻ വിട്ടേക്ക്. സൂപ്പർ ആയിരുന്നു. ഇനി എന്താണ് നമുക്ക് കേൾക്കാൻ? നമുക്ക് അജു വർഗീസിന്റെ വോയിസ്. അജു വർഗീസ്. സി ചേട്ടാ, അജു വർഗീസിന്റെ സൗണ്ട് ആണ് നിങ്ങൾ ദോസ്ത് അല്ലേ? ഇപ്പൊ കേട്ട് നോക്കാവേ. മാമച്ചൻ തന്നെ ആദ്യത്തെ റീത്ത് വെക്കണമെന്നുണ്ട് 100 ലൈറ്റ് ഇട്ടോണ്ട് വരുന്ന വഴിയാ. അതെ, പുതിയ വണ്ടി 84 മോഡൽ, പോരത്തേന് ഫാൻസി നമ്പറും 1866. മാരലഹ എന്നല്ല പറഞ്ഞ് മാരളിയാന്നാ. സൂപ്പർ. ഓക്കെ, ഇനിയുണ്ടോ പെർഫോമൻസ്? ഇനി നമുക്ക് നാരായണൻകുട്ടി ചേട്ടന്റെ വോയിസ് ആണ് കേൾക്കാൻ പോകുന്നത്. ശരി, ഓക്കെ, റെഡി. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഈ എന്താണോ ഇത്? എക്കോ വേണ്ട. കുട്ടി പാടും. മിസ് സംഗീതയാണ് ഇവിടെ ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കാൻ പോവാണ്. വെള്ളം കുടിക്കണമെന്നുണ്ട്, പക്ഷെ വാവൊളിക്കാൻ പറ്റണ്ടേ? താങ്ക് യു. അടിപൊളി. ശരി, ഇനിയുണ്ടോ ചേട്ടാ? ഇനി നമുക്ക് മുരളി ഗോപി സാറിന്റെ. അടിപൊളി. അപ്പൊ കൊറേ ലിസ്റ്റ് ഉണ്ട്. ഞാനൊന്നങ്ങ് മാറി നിൽക്കായിരുന്നല്ലോ. എല്ലാം തീർന്നിട്ട് വന്നാൽ മതിയായിരുന്നു. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിക്കോട്ടെ. ഓ താങ്ക് യു. അപ്പൊ ശരി, എന്തായാലും അടിപൊളിയായിട്ട് അടുത്ത് നമുക്ക് കേൾക്കാം. മുരളി ഗോപി സാറിന്റെ. ശരി. നീയാളെ കൊള്ളാവില്ലടാ. പോലീസ് സ്റ്റേഷൻ, അതും സിയുടെ കാൽച്ചോട്ട് തന്നെ കൊണ്ടുവന്നിട്ടു. 5-6 വർഷത്തോളം പോലീസ് ഇവിടെ ആ നാട് മുഴുവൻ അന്വേഷിച്ചപ്പോൾ നീ ആസ്വദിക്കായിരുന്നല്ലോ. ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുള്ള ഐഡിയ നിനക്ക് എവിടെ കിട്ടി? ആൻഡ് ദാറ്റ് മാൻ ഈസ് എ ക്ലാസിക് ക്രിമിനൽ. But you are a classic artist. Thank you. Okay, so next നമുക്ക് സലീമേട്ടന്റെ വോയിസ് സലീമേട്ടൻ ചെയ്യാം. നിനക്കറിയില്ല നിന്റെ മ്യാമനെ? പണ്ട് കത്തപ്പറ ചന്ത നേരത്ത് 10 രൂപയ്ക്ക് വയറ് പൊട്ടിയ ചാള വാങ്ങിച്ച് അതിനൊരു ചാളയെ പൂച്ചെടുത്ത് പോയപ്പോൾ ആ പൂച്ചയുടെ പിറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് അതിന്റെ വയറ്റത്തിക്കിളി കൂട്ടി അതിനെ കൊണ്ട് കക്കിച്ച് ആ മീനെടുത്ത് കൊണ്ടുപോയി കുളമ്പുളിട്ട് വെച്ച മരംകൊത്തി മോറാണ് നിന്റെ മ്യാമൻ. അഥവാ എന്നെ നാറികളിയൻ.
സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്റെ ദൈവമേ, ഇനി എന്താ അടുത്തത്? തീർന്നു. അയ്യോ തീർന്നോ? ഇപ്പൊ എന്തായാലും എനിക്കൊന്ന് മാസ്റ്റേഴ്സിനോട് നമുക്ക് ആദ്യം ചോദിക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ഇക്ക. അജിത്ത് നന്നായിരുന്നു കേട്ടോ. അജിത്ത്, താങ്ക് യു. അജിത്തിന് ഒരു ബുദ്ധിയുള്ള മിമിക്രി ആർട്ടിസ്റ്റാണ് അജിത്ത്. കാരണം അജിത്തിന്റെ ബേസിക് വോയിസ് എന്ന് പറയുന്നത് കുറച്ച് ചതഞ്ഞ ശബ്ദമാണ്, അതെ. ഒരടഞ്ഞ ശബ്ദം. അതുമായിട്ട് ബന്ധപ്പെട്ട താരങ്ങളെയാണ് അജിത്ത് എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്തിരിക്കുന്നതെല്ലാം ഇപ്പം ഞാൻ പറയട്ടെ, അങ്ങനെ കുറച്ച് ഹസ്കി ആയിട്ടുള്ള വോയിസ് എടുക്കുന്ന താരങ്ങൾ. അതേ ഇപ്പോൾ ബാബു തമ്പൂരി സാറ്, അജു വർഗീസ്, പിന്നെ മുരളി ഗോപി, ഇത് ഇങ്ങനെയുള്ള ഈ പതിഞ്ഞ ശബ്ദങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കുറെ. അത് ബുദ്ധിയാണത്. താങ്ക് യു. പിന്നെ ബാക്കി സെലിംകുമാർ, പിന്നെ പപ്പുവേട്ടൻ, അങ്ങനെയുള്ളവരാണ് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള വോയിസ് ഇപ്പോൾ ചെയ്ത സാധനങ്ങളിലുള്ളത്. അതെല്ലാം നന്നായിരുന്നു, നല്ല രസമുണ്ട്. അതും ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചു. പക്ഷെ എന്നാൽ പോലും ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് മറ്റേ വോയിസിന് സാമ്യമുള്ള വോയിസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്വയം കണ്ടെത്തലാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടെത്തി തന്നാണോ? അല്ല, എനിക്ക് എൻ്റെ വോയിസിനോട് സാമ്യമുള്ള വോയിസ് സെലക്ട് ചെയ്ത് തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമായിട്ട്. അതെ അതെ, അല്ല അത് ആ ഒരു തിരിച്ചറിവ് നല്ല. താങ്ക് യു. അപ്പോൾ നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ചേട്ടാ? അജിത്തെ വളരെ നന്നായി, താങ്ക് യു. ചെയ്തതൊക്കെ വളരെ ഭംഗിയായി. ഇക്ക പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വോയിസുമായിട്ട് മാച്ച് ആകുന്ന ആർട്ടിസ്റ്റുകളെയൊക്കെ തന്നെ കൃത്യമായിട്ട് അനുകരിച്ചിട്ടുണ്ട്. അനിൽ മുരളിച്ചേട്ടനെ അറിയോ? ആർട്ടിസ്റ്റ്, അറിയാം. അദ്ദേഹം നമ്മയൊക്കെ വിട്ടുപോയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം നന്നായിട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു ശബ്ദമായിരിക്കും. എന്തായാലും ഇനിയും കൂടുതൽ ആർട്ടിസ്റ്റുകളുമായിട്ട് വരട്ടെ. അപ്പൊ ഈ പറഞ്ഞ സജഷൻസ് ഒക്കെ നോക്കി വെച്ചോ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതൊക്കെ ചെയ്യണം. ഓക്കെ, ചേട്ടാ? രസമായിരുന്നു, എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മണിച്ചേണ്ടല്ല ആദ്യം ഇന്റർവ്യൂലിരുന്ന് നോർമലി ഇരുന്ന് സംസാരിക്കുന്ന സംഭവം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുരളിച്ചേട്ടൻ്റെ ഭയങ്കര രസമുണ്ടായിരുന്നു, എല്ലാം രസമുണ്ടായിരുന്നു. അതിൽ എന്തായാലും ഇനിയും അടിപൊളി എന്താ പറയുക പെർഫോമൻസസ് ഇനിയും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ. തീർച്ചയായിട്ടും ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയാവട്ടെ. താങ്ക് യു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്കൊന്നും പറയാനില്ല, ആകെ തിരുമറി തരാൻ മാത്രമേ എനിക്കിപ്പോൾ തോന്നുള്ളൂ. ആസ് ഓൾവേസ് നമ്മളൊരു ഡയലോഗ് കേൾക്കും, എന്നിട്ട് ആരുടെ വോയിസിൽ എടുക്കണം എന്നുള്ളത് നമുക്ക് ആ ഡയലോഗ് കേട്ടതിന് ശേഷം ഞാൻ പറയാം. റെഡിയാണോ? ഓക്കെ, നമുക്കപ്പം മൂവിയിലെ ഡയലോഗ് കേൾക്കാം. നീ ഈ പുഴയുടെ കര പിടിച്ച് നടന്നു അറബിക്കടൽ, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തി ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലെത്തിയോ തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞ് അറബിക്കടലിലുള്ളതാണ് ശരി. അപ്പോൾ എന്തായാലും എന്ന് നിന്റെ മൊയ്തീൻ എന്ന മൂവിയിൽ നല്ല ഹിറ്റായിട്ടുള്ളൊരു ഡയലോഗ് തന്നെയാണ്. ഇത് ആരുടെ വോയിസിൽ എടുക്കണം എന്ന് ചോദിച്ചാൽ പപ്പുവേട്ടൻ്റെ ശബ്ദം ചെയ്യും. പപ്പുവേട്ടൻ്റെ വോയിസിലോ? പക്ഷെ ഞാൻ വിചാരിച്ചത് അത് ഓൾറെഡി ചെയ്യാത്തൊരു വോയിസിൽ കൊടുത്താലോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ജനാർദ്ദനൻ സാറിൻ്റെ വോയിസ് കൊടുക്കാം. ഓക്കെ. എടാ എഴുതോ, ഈ കര പിടിച്ചു നടന്നാൽ അങ്ങ് അറബിക്കടല, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരെ കുത്തു നിർത്തിയാലും ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യൂ. എങ്ങനെയുണ്ട്? പൊളിച്ചു. അപ്പൊ 3 പേരെ എക്സ്ട്രാ കിട്ടി. അവിടെ നിന്നുള്ള 2 സജഷനും കിട്ടി, ഇവിടുന്ന് എന്റെ വകയും കിട്ടി. അപ്പൊ ഇനി അടുത്ത തവണ വരുമ്പോ ഇനി ഒരുപാട് പേരുമായിട്ട് വേണം വരാൻ വേണ്ടി. തീർച്ചയായിട്ടും. ഓക്കെ.